നമസ്കാരം. നമ്മുടെ അടുക്കളയിലേക്ക് വാങ്ങിയ പുതിയ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കണ്ടേ? അപ്പൊ വേഗം വീടിലോട്ട് പോവാ. ചട്ടിക്കടയിലോട്ട് കയറിയപ്പോ ആദ്യം കണ്ണിലുടക്കിയത് ഈ കുഞ്ഞു കൂജയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. 80 രൂപയായിരുന്നേ കൂജയ്ക്ക്. ഈ ചൂടത്ത് സംഭാരോ മോരോ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒഴിച്ചു വെക്കാൻ നല്ലതായിരിക്കും. പിന്നെ ഒരു ചെറിയ മീൻ ചട്ടിയും കൂടെ വാങ്ങിച്ചു. ഈ ചട്ടിക്ക് 80 രൂപയായിരുന്നേ. ഏകദേശം അതേ സൈസിലുള്ള ഒരു കറുത്ത ചട്ടിയും കൂടെ എടുത്തേ. ഇത് മയക്കിയ ചട്ടിയാണേ. അത്യാവശ്യം നല്ല വെയിറ്റും നല്ല കാണാൻ ഭംഗിയും നല്ല ഉറപ്പുള്ള ചട്ടിയാണ്. ഈ കറുത്ത ചട്ടിയിൽ ചുമന്ന മീൻകറി ഇരുന്ന് ഇങ്ങനെ തിളയ്ക്കുന്ന കാണാൻ നല്ല രസമല്ലേ? ചട്ടിയെല്ലാം പൊട്ടാതെ ഭദ്രമായിട്ട് വീട്ടിലെത്തിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് ആ ചേട്ടൻ പൊതിഞ്ഞു തന്നത്. ഇത് ഞാൻ ആദ്യം കരുതി ഇത് അടപ്പായിരിക്കുന്ന കരുതി എടുത്തത്. അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് ഇത് അടപ്പല്ല, ഇത് മീനൊക്കെ വറുക്കാൻ പറ്റുന്ന ചട്ടിയാണെന്ന്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അങ്ങെടുത്തു. ഞാൻ ആദ്യമായിട്ട് മീൻ വറുക്കാൻ പറ്റുന്ന ചട്ടി കാണുന്നത്. 2 മീൻ വെട്ടി വറുത്ത് നോക്കാല്ലേ, എങ്ങനെ ഉണ്ടാവുന്നൊന്ന് കാണണമല്ലോ. ഇതിൽ മീൻ വറുക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അടുത്തത് കുറച്ച് വലിപ്പമുള്ളൊരു ചുമന്ന ചട്ടി വാങ്ങിച്ചു. അത്യാവശ്യം നല്ല വീതി ഉണ്ടാകത്തോട്ട് അവിയലോ കുറച്ചധികം കറിയോ ഇറച്ചിക്കറിയോ എന്തും നമുക്കിതിലുണ്ടാക്കാം. ആവശ്യത്തിന് വെയിറ്റും ഉണ്ട്. ഈ ചട്ടിയെ വാങ്ങിച്ചതിൽ ഏറ്റവും വലിയ ചട്ടി. ഇതിനൊരു 260 രൂപയായിരുന്നേ. അത്യാവശ്യം നല്ല വലുപ്പവും വീതിയും എല്ലാം ഉണ്ട്. കുറച്ചധികം മീൻകറിയോ ഇറച്ചിക്കറിയോ ഒക്കെ നമുക്കിതിലുണ്ടാക്കാം. ഈ കറുത്ത ചട്ടിയെല്ലാം മയക്കിയ ചട്ടിയാണേ. അതുകൊണ്ട് തന്നെ ചുമന്ന ചട്ടിക്കാട്ടി കുറച്ച് വില കൂടുതൽ കറുത്ത ചട്ടിക്കാണ്. ഇനി ഇബ്രാഹിം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കാവേ. ആദ്യം തന്നെ മിൽട്ടൻ്റെ ക്യൂട്ട് ബൗളാണ് ഞാൻ എടുത്തത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയും നല്ല ബലവും ഉണ്ടായിരുന്നു. കൂട്ടത്തിലൊരു ലിഡും ഉണ്ട്. 410 രൂപയായിരുന്നേ. പിന്നെ അവിടെ നിന്ന് തന്നെ സ്റ്റീലിൻ്റെ ഒരു അരിപ്പയും കൂടെ എടുത്തായിരുന്നേ. 104 രൂപയായിരുന്നേ. നല്ല ക്വാളിറ്റി നല്ല ബലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6 സ്പൂണും കൂടെ എടുത്തു. ഇത് ചായ ഗ്ലാസ് അടച്ചു വെക്കുന്ന അടപ്പാണ്. 23 രൂപയാണ് ഒരെണ്ണത്തിന്. അങ്ങനെ 3 എണ്ണം എടുത്തു. ഈ ഒരു പാത്രം വാങ്ങിക്കാനാണ് ഞാൻ മെയിനായിട്ട് പോയത്. പനീർ കറിയോ പനീർ ബട്ടർ മസാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കിയാൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം ഇത് കേട്ടോ. ഇതിന് 627 രൂപയായേ. പിന്നെ അവിടെ നിന്ന് 2 സൂപ്പ് ബൗൾ വാങ്ങിച്ചായിരുന്നേ. 145 രൂപയായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആയിരുന്നേ. അത്യാവശ്യം ബലവും വെയിറ്റും ഒക്കെ ഉണ്ട് അതിന്. അതുപോലെ തന്നെ ക്ലേ പോട്ടിൻ്റെ മോഡലിലുള്ള 2 ബൗളും കൂടെ വാങ്ങിച്ചായിരുന്നു. 199 രൂപയാണ് ഒരെണ്ണത്തിന്. ഇതിനും നല്ല അത്യാവശ്യം വെയിറ്റും ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണേ. കെച്ചപ്പും മയണീസും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന 4 ചെറിയ ബൗളും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതിന് ഒരെണ്ണത്തിന് 53 രൂപയാണേ. അതുപോലെ തന്നെ ഫ്ലവർ ഷേപ്പിലുള്ള ഈ 2 ബൗളിന് ഒരെണ്ണത്തിന് 94 രൂപയാണ് കേട്ടോ. പിന്നെ സെറാമിക്കിൻ്റെ വൈറ്റ് കളറുള്ള 4 ക്യൂട്ട് ബൗൾ വാങ്ങിച്ചേ. ഇതിലും നമുക്ക് സോസോ മയണീസോ അച്ചാറോ ഒക്കെ സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇത് ഒരെണ്ണത്തിന് 76 രൂപയായേ. അടുത്തത് വണ്ടർ ഷെഫിൻ്റെ ഗ്രാനൈറ്റ് കുക്ക്വെയർ സെറ്റാണ്. ഇത് ഞാൻ ലുലു മാളിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിൽ 3 സെറ്റ് തവയും ഒരു ലിഡും ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റും നല്ല ഉറപ്പുള്ള ഹാൻഡിലും ഇതിനുണ്ട്. ഇതാണ് ആദ്യത്തെ പാൻ. അത്യാവശ്യം നല്ല വലുപ്പവും നല്ല വീതിയുള്ള പാനാണ്. ഇതൊരു 2.5 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള പാനാണ്. 2 വർഷത്തെ വാറണ്ടിയും ഇതിനുണ്ട്. ഇത് ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള കുക്ക്വെയർ സെറ്റാണ്. ഇതിന് ഗ്രാനൈറ്റിൻ്റെ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ കാണാനൊരു വെറൈറ്റിയാണ്. ഇതൊരു ഫ്രൈ പാനാണ്. അത്യാവശ്യം നല്ല ഉൾഭാഗമുണ്ട്. ഒരു 2 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയാണ് കേട്ടോ ഇതിൽ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവോ അടിയിൽ പിടിക്കുമോ എന്ന് പേടിക്കേ വേണ്ട. ഇതിൽ ഫിഷോ ചിക്കനോ ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയ കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു ദോശ തവയും കൂടെ നമുക്ക് കിട്ടും. ഈ 3 പാനും ഇൻഡക്ഷൻ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇൻഡക്ഷൻ കുക്കറിലും ഗ്യാസിലും നമുക്കിത് ഉപയോഗിക്കാം. അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മസാല ദോശയോ നെയ് റോസ്റ്റോ ഒക്കെ ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ എളുപ്പമായിരിക്കും. വണ്ടർ ഷെഫിൻ്റെ ഈ സെറ്റിന് ബോക്സിൽ 6200 രൂപയെന്നായിരുന്നു. പക്ഷേ എനിക്ക് ലുലുമാളിൽ കിട്ടിയത് 3299 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ തന്നെ അറിയിക്കണേ. ഇതിലേത് ഐറ്റം കൊള്ളാൻ തോന്നിയതും കൂടെ പറയണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.